ഹായ് ഓൾ, ഐ എം നിവാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലാങ്ക് സ്കെയിലുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലേ. ഇന്ന് നമുക്ക് കുറച്ചും കൂടി ബേസിക് ആയിട്ടുള്ള നമ്മുടെ റിയൽ ലൈഫിന് ഡെയിലി ലൈഫിനെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നോക്കാം. ഉദാഹരണത്തിന് ഒരു ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ല എന്ന് വെച്ചോളൂ. നമ്മുടെ കയ്യിൽ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മാസ്, അതായത് ഭാരത്തിന്റെ അളവ് ഏതുവരെ ആയിരിക്കും, അതായത് ലോവർ ലിമിറ്റ് മുതൽ ഹയർ ലിമിറ്റ് വരെ എത്രയായിരിക്കും ഒന്ന് ഊഹിച്ചിട്ടുണ്ടോ? അത് ഊഹിച്ചു നോക്കിയേ. വാട്ട് ഈസ് ദി range of mass that we can estimate without any instruments, without help of any instruments? നമുക്ക് ഹയർ ലിമിറ്റ് എത്ര പറയാം? ഒരു 100 കിലോ അല്ലെ, 100 ഒരാൾക്ക് പൊക്കാവുന്ന 100 കിലോ എന്ന് പറയാം. ഈവൻ 1000 കിലോ വരെ, ഒരു ടൺ വരെ നമുക്ക് ഈവൻ കണ്ട് ഒരു 100 കിലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അതിന്റെ 10 ഇരട്ടി. ലെറ്റ്സ് പുട്ട് ഇറ്റ് ഇൻ ദ റൈറ്റ്. Let's say we can estimate 1 ton without any instruments. അതിന്റെ ലോവർ ലിമിറ്റ് നമുക്ക് എത്രയായിരിക്കും? ഒരു ഗ്രാം നമുക്ക് പറ്റുമോ? 1 ഗ്രാം പറ്റും. 1 മില്ലിഗ്രാം വരെ ഈവൻ പറ്റും നമുക്ക് വിതൗട്ട് എനി ഇൻസ്ട്രുമെന്റ്. നമുക്ക് ഒരു മില്ലിഗ്രാം വരെയൊക്കെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അത് 1 മില്ലിഗ്രാമിന് എത്രയായി? 10⁻³ ഏകദേശം ഒരു മില്ലിഗ്രാം മുതൽ 10⁻³ ഗ്രാം ആണ്. സോ ലെറ്റ്സ് പുട്ട് 10⁻⁻⁴. ഒരു ഗ്രാമിന് 10⁻⁴ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം. ഇനി ഇത് തന്നെ നീളത്തിന്റെ കാര്യത്തിലോ ലെങ്ത്തിന്റെ സ്കെയിലിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് എത്ര നീളം നമുക്ക് എന്താ പറയുക, ലോവർ ലിമിറ്റ് മുതൽ ഹയർ ലിമിറ്റ് വരെ എത്ര നീളം നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും? വി കൻ എസ്റ്റിമേറ്റ് ഫ്രം 10⁻. നമുക്കൊരു മില്ലിമീറ്റർ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് പറ്റും അല്ലെ. ഇവൺ 10 മില്ലിമീറ്ററിന്റെ ഒന്ന് 10⁻⁻. ഈവൻ ലെറ്റ്സ് പുട്ട് ഇറ്റ് ലൈക്ക് ദിസ്. അത്രയും നമുക്ക് ലോവർ ലിമിറ്റിൽ പറ്റും. ഹയർ ലിമിറ്റിലോ നമുക്ക് ഈവൻ 10 കിലോമീറ്റർ ഒക്കെ ഈസി ആയിട്ട് പറ്റും അല്ലെ. 10 കിലോമീറ്റർ വരെയൊക്കെ നമുക്ക് ഇത്ര 10 കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ ഈവൻ 1 കിലോമീറ്റർ 10 കിലോമീറ്റർ ഇതുവരെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ലെറ്റ്സ് പുട്ട് ഇറ്റ് ആസ് 10⁻. 1 കിലോമീറ്റർ വരുന്നത് 10⁻³ ആണ്. 10 കിലോമീറ്റർ വരുമ്പോൾ ലെറ്റ്സ് പുട്ട് 10⁻⁴ മീറ്റേഴ്സ്. നമുക്ക് മാസായി, ലെങ്ത് ആയി. ഇനി സമയത്തിന്റെ കാര്യത്തിൽ വാട്ട് ഈസ് ദി ടൈം ദാറ്റ് വി ക്യാൻ എസ്റ്റിമേറ്റ് വിതൗട്ട് എനി ഹെൽപ്പ് ഓഫ് എനി ഇൻസ്ട്രുമെന്റ്സ്? നമുക്ക് ഹയർ ലിമിറ്റിൽ നോക്കുമ്പോൾ നമുക്ക് 1 കൊല്ലം ഒക്കെ പറയാൻ പറ്റില്ല. ഇരുന്ന് നോക്കുകയാണെങ്കിൽ സോ വി ക്യാൻ സേ ഓക്കെ ദ ഹയസ്റ്റ് ടൈം ലിമിറ്റ് വി ക്യാൻ എസ്റ്റിമേറ്റ് വിതൗട്ട് എനി ഇൻസ്ട്രുമെന്റ് ഈസ് 1 ഇയർ. 1 കൊല്ലം എന്ന് വെക്കുമ്പോൾ നമ്മളത് we need to express it in seconds. സെക്കൻഡ്സിലാണെങ്കിൽ എത്ര വരും? 1 year is approximately 10⁻⁷ seconds വരും. അതിന് ലോവർ ലിമിറ്റിൽ എന്ത് വരും? നമുക്ക് ലോവർ ലിമിറ്റിൽ ഒരു ഉപകരണമില്ലാതെ അളക്കാൻ പറ്റുന്ന സമയത്തിലാണ് ഒരു കണ്ണിമ ചിമ്മി അടയ്ക്കാനുള്ള സമയം അല്ലെ. അത് ഏകദേശം 1 സെക്കൻഡിന്റെ 10⁻⁻ആണ്. സോ 10⁻⁻⁻⁴ സെക്കൻഡ്. സോ നമ്മുടെ അനുഭവവേദ്യമായ ലോകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലിമിറ്റ്, ഈ ലോകത്തിലെ നീളം, മാസ്, സമയം, ടൈം, ഇവ മനസ്സിലാക്കാനുള്ള നമ്മുടെ ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയാണുള്ളത്. ഓക്കെ. ഇനി പക്ഷെ നമുക്ക് ഇതിനേക്കാളും കൂടുതൽ ഭാരവും അറിയാം, കൂടുതൽ കുറഞ്ഞ ഭാരവും അറിയാം, കൂടുതൽ ലെങ്ത്തും അറിയാം, കുറഞ്ഞ ലെങ്ത്തും അറിയാം, കൂടുതൽ ടൈമും അറിയാം, കുറഞ്ഞ ടൈമും അറിയാം. ഈവൻ വി ക്യാൻ മെഷർ ഇറ്റ് അല്ലെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. ആ ലിമിറ്റ് എന്തൊക്കെയാണ്? ഇഫ് യു ടോക്ക് അബൌട്ട് ദ മാസ് ആണെങ്കിൽ ലോവർ ലിമിറ്റിൽ നമുക്കറിയുന്ന വസ്തുക്കളിൽ ഏറ്റവും കുറഞ്ഞ മാസ് ഉള്ളത് വൺ ഓഫ് ദം ഈസ് an electron അല്ലെ. ഇലക്ട്രോണിന്റെ മാസ് നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ്
really low. Let us put it as 10 to the power minus 30. Actually, it's 10 to the power minus 32 or 36, something like that. So let's put just 10 to the power minus 30 kilogram. ഇതാണ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ മാസ്, അത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ ഇൻസ്ട്രുമെന്റ് അല്ലേ, ഇലക്ട്രോണിന്റെ മാസ്. ഇനി നമുക്കറിയാവുന്നതിൽ ഏറ്റവും കൂടിയ മാസ് ഏതാണ്? What is the mass that we can estimate using help of instruments? Of course, it's mass of universe അല്ലേ, നമ്മളെ ഇവിടെയുള്ള യൂണിവേഴ്സിന്റെ മാസ്. യൂണിവേഴ്സിന്റെ മാസ് എത്രയാണെന്ന് നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. മീൻസ് എക്സാക്ട്ലി ഇത്രയാണെന്ന് പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ വി ക്യാൻ എസ്റ്റിമേറ്റ് ഇറ്റ്. അത് എസ്റ്റിമേറ്റ് ചെയ്തപ്പം നമുക്ക് എത്ര ഗാലക്സികളുണ്ട്? വി ഹാവ് അറൌണ്ട് 10 to the power 11 ഗാലക്സീസ്. അതായത് 1 ശേഷം 11 പൂജ്യമുള്ള അത്രയും വലിയ നമ്പറാണ്. സോ ദാറ്റ് മച്ച് എമൗണ്ട് ഓഫ് ഗാലക്സീസ് ഉണ്ട്. അതിൽ തന്നെ ഒരു ഗാലക്സിയിൽ എത്ര സ്റ്റാർ ഉണ്ട്? ഇൻ ഈച്ച് ഓഫ് ദിസ് ഗാലക്സീസ് an estimated number of 10 to the power 11 stars ഉണ്ട്. അവയുടെ മാസ്, സോ ഓരോ സ്റ്റാറിന്റെ മാസ് എടുത്തു കഴിഞ്ഞാൽ ആവറേജ് മാസ് ഏകദേശം ഇറ്റ്സ് ആവറേജ് മാസ് ഓഫ് അവർ സൺ. അപ്പൊ സൂര്യന്റെ അത്രയും വെയിറ്റ് ഉള്ള 10 to the power 11 സ്റ്റാർസ്, 1 ശേഷം 11 പൂജ്യത്ത് അത്രയും നക്ഷത്രങ്ങൾ ഒരു ഗാലക്സിയിലുണ്ട്. അത്രയും എത്ര ഗാലക്സികളുണ്ട്? അത്രയും 10 to the power 11 ഗാലക്സീസ് നമ്മുടെ യൂണിവേഴ്സിലുണ്ട്. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സിന്റെ മാസ് എത്രയാണ്? ഇറ്റ്സ് സിമ്പിൾ. വി നീഡ് ടു മൾട്ടിപ്ലൈ 10 to the power 11 times 10 to the power 11 times mass of sun. Let's put it as around 10 to the power 30. അപ്പൊ എന്ത് കിട്ടും? ഏകദേശം 10 to the power 52 കിലോഗ്രാം എന്ന് കിട്ടും. സോ ദ ലോവർ ലിമിറ്റ് ഓഫ് മാസ് വിത്ത് ഇൻസ്ട്രുമെന്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് 10 to the power minus 30യും ഹയർ ലിമിറ്റ് 10 to the power 52 കിലോഗ്രാം ആണ്. ദാറ്റ് ഈസ് ദ മാസ് ഓഫ് നമ്മുടെ യൂണിവേഴ്സ്. ഇനി വാട്ട് ഈസ് ദ ലോവർ ലിമിറ്റ് ഓഫ് ലെങ്ത് ദാറ്റ് വി ക്യാൻ എസ്റ്റിമേറ്റ്? ലോവർ ലിമിറ്റ് ഓഫ് ലെങ്ത് എത്രയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ? ദാറ്റ് ഈസ് പ്ലാങ്ക് ലെങ്ത്, 10 to the power minus 35 മീറ്റർ അല്ലേ? സോ പ്ലാങ്ക് ലെങ്ത് ആണ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്ന ലോവസ്റ്റ് ലിമിറ്റ് ഓഫ് ലെങ്ത്. ഇനി വാട്ട് ഈസ് ദി ഹയസ്റ്റ് ലിമിറ്റ് ഓഫ് ലെങ്ത് ദാറ്റ് വി ക്യാൻ എസ്റ്റിമേറ്റ്? ഹയസ്റ്റ് ലിമിറ്റ് ഓഫ് ലെങ്ത് എന്താണ്? നമുക്കറിയാവുന്ന ഹയസ്റ്റ് ലിമിറ്റ് ഓഫ് ലെങ്ത്, അത് ഏറ്റവും കൂടിയ ലെങ്ത് എന്തായിരിക്കും? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് യൂണിവേഴ്സ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ലെങ്ത് ഓഫ് ദ യൂണിവേഴ്സ്. ലെങ്ത് ഓഫ് ദ യൂണിവേഴ്സ് ഏകദേശം 10 to the power 26 മീറ്റേഴ്സ് ആണ്. ഓക്കെ, സോ നമുക്ക് അറിയാൻ പറ്റുന്ന വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ വിത്ത് ദ help of our knowledge, we can estimate a distance between 10 to the power minus 35 meter to 10 to the power 26 meter. ഇനി നമ്മൾ എന്താ പറയാ, മാസ് പറഞ്ഞു, ലെങ്ത് പറഞ്ഞു, ഇനി ടൈം. വാട്ട് ഈസ് ദ ലോവർ ലിമിറ്റ് ഓഫ് ടൈം? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് പ്ലാങ്ക്സ് ടൈം അല്ലെ? 10 to the power minus 44 seconds. പ്ലാങ്ക് ടൈമാണ് നമുക്ക് പറയാൻ പറ്റുന്നതിൽ ഏറ്റവും കുറഞ്ഞ ടൈം. പിന്നെ ഏറ്റവും കൂടുതലോ? ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് അഗൈൻ വിത്ത് ദ യൂണിവേഴ്സിന്റെ ലൈഫ് ടൈം. സോ ലൈഫ് അല്ലെങ്കിൽ ഏജ് ഓഫ് യൂണിവേഴ്സ്. ഏജ് ഓഫ് യൂണിവേഴ്സ് എത്രയാ? സെക്കൻഡ്സിൽ പറയുവാണെങ്കിൽ age of universe is around age of the universe അല്ലെ? age of the universe നമുക്ക് ഏകദേശം എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക 10 to the power
17 സെക്കൻഡ്സ് ആണ്. ഓക്കെ, സോ നമ്മള് മാസ്, ലെങ്ത്, ടൈം ഇവയുടെ നമുക്ക് ഇന്ന് അറിയാവുന്ന ലിമിറ്റുകൾ ഇവിടെ എഴുതി. ഇനി നമുക്ക് ഇതും നമ്മുടെ ഈ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒന്നും ഹെൽപ്പില്ലാതെ ഹ്യൂമന് എന്താ പറയുക മനസ്സിലാക്കാൻ പറ്റുന്ന ലിമിറ്റ്സും തമ്മിലുള്ള ഒരു താരതമ്യം നടത്തി നോക്കാം. ഓക്കെ, let us compare the limits of humans. ഓക്കെ, ഇപ്പൊ ലെങ്ത് സ്കെയിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന 10⁻⁻⁴ മീറ്റർ ആണ് അല്ലെ, ടു 10⁻⁴ മീറ്റർ. അതേസമയം നമ്മൾ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടാണ്, let us write it as 10⁻⁻35 or using theories like Planck's length. So ഇവിടെ ലെങ്ത് എഴുതുവാണെങ്കിൽ this is the lower limit of length scale. This is the limit that humans can estimate. With the help of theories or instruments, the highest length, length that we can understand is and the 10⁻26. That's so length of universe. Okay, this is length. What is the mass? Mass നമ്മൾ പറഞ്ഞു lower limit is mass of an electron around 10⁻⁻30. മനുഷ്യന് ഒരു മില്ലിഗ്രാം മുതൽ 10⁻⁻4 കിലോഗ്രാം, അതായത് ഒരു ടൺ വരെ അല്ലെ, 10⁻³ കിലോഗ്രാം അത്രയും മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റും. ഇനി മാസ് ഓഫ് ദ യൂണിവേഴ്സ് എത്രയാ? ദ ഹയർ ലിമിറ്റ് മാസ് ഓഫ് യൂണിവേഴ്സ് 10⁻52 കിലോഗ്രാം. അതേപോലെ ടൈം എടുത്തു കഴിഞ്ഞാൽ we can 10⁻⁻44 seconds Planck's time മുതൽ human can estimate 10⁻⁻1, that is blink of an eye, to 1 year, that is 10⁻7 seconds. അതേസമയം age of the universe is 10⁻17 seconds. So ഇതില് ഇത്രയുമാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള റേഞ്ച് എന്ന് പറയുന്നത്. അതായത് മനുഷ്യന് ഇൻസ്ട്രുമെന്റൽ ഉപയോഗിക്കാതെ മനസ്സിലാക്കാൻ പറ്റുന്ന റേഞ്ച് ഇറ്റ് ഈസ് ജസ്റ്റ് ഹിയർ, ആൻഡ് ദ റേഞ്ച് ഓഫ് ദ യൂണിവേഴ്സ് ഈസ് ഇൻ ബോത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ്. സോ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, അതായത് നമ്മൾ എത്ര വലിയ ഈ ഇൻസ്ട്രുമെന്റുകളൊന്നും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഇൻഡ്യൂഷൻസ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ത്രൂ ഔട്ട് അവർ ലൈഫ് ദാറ്റ് വാട്ട് വി ആർ എക്സ്പീരിയൻസിങ് അറൌണ്ട് അസ്, അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഇൻഡ്യൂഷൻസ് ശരിക്കും യൂണിവേഴ്സിന്റെ സ്കെയിലിൽ ഉള്ള കാര്യങ്ങൾ വെച്ച് മനസ്സിലാക്കാൻ അത് പോരാ ശരിക്കും. അതായത് യൂണിവേഴ്സ് ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ എ റിയലി ഹ്യൂജ് സ്കെയിൽ, ബട്ട് അവർ ഡെയിലി ലൈഫ് വി ഡീൽ വിത്ത് റിയലി സ്മോൾ. ആ യൂണിവേഴ്സിന്റെ സ്കെയിലിൽ കമ്പയർ ചെയ്യുമ്പോൾ വളരെ എന്താ പറയാ നെഗ്ലിജിബിൾ റേഞ്ച് ഓഫ് സ്കെയിലാണ് നമ്മുടെ ലൈഫ്, നമ്മൾ എന്താ പറയാ ഡെയിലി ലൈഫിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ. സോ യൂണിവേഴ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് തീർച്ചയായിട്ടും വി നീഡ് അതർ ടൂൾസ്, ഇൻസ്ട്രുമെന്റ്സ് മാത്രമല്ല, വി നീഡ് സയൻസ് ആസ് വെൽ. സോ ക്വാണ്ടം മെക്കാനിക്സോ അല്ലെങ്കിൽ ആസ്ട്രോ റിലേറ്റിവിറ്റി, അങ്ങനെ
ഇഷ്ടംപോലെ ശാഖകൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവയുടെ സഹായത്തോടെ മാത്രമേ നമുക്ക് ആ യൂണിവേഴ്സിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പോലും പറ്റൂ. ഈവൻ ഐ എം നോട്ട് ഷുവർ വി കുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് കംപ്ലീറ്റ്ലി, ബട്ട് സ്റ്റിൽ ഇഫ് യു വാണ്ട് ടു ഈവൻ ട്രൈ ഓൺ ദാറ്റ് വി നീഡ് ദാറ്റ് ടൂൾസ്. അപ്പൊ ഈ എന്തുകൊണ്ട് നമ്മൾ ഈ ഇതിൽ ഒതുങ്ങി? വാട്ട് ഈസ് ദ റീസൺ? വൈ is this is our limit, human limit? ഇതായതിന് കാരണം എന്താണ്? ദ സിമ്പിൾ ആൻസർ ഈസ് എവല്യൂഷൻ, പരിണാമം. കാരണം നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ വേണ്ട അത്യാവശ്യം കാര്യങ്ങളെ നമ്മുടെ കയ്യിലുണ്ട്. അതാണ് ഈ ലിമിറ്റ്സ്. ഓക്കെ, അതായത് എത്രമാത്രം ഭാരം നമുക്ക് ചുമന്നുകൊണ്ട് പോകണം നമ്മളെ എന്താ പറയുക എക്സിസ്റ്റൻസിന്, അല്ലെങ്കിൽ എത്ര ഒരു ഇര നമ്മളെ ഇര ഓടുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണം അതിനെ പിടിക്കാൻ വേണ്ടി നമുക്ക് എത്ര സ്പീഡിൽ ഓടണം എന്നുള്ള കാൽക്കുലേഷൻ, അല്ലെങ്കിൽ ഒരു പ്രിഡേറ്ററോ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ എത്ര സ്പീഡിൽ നമ്മൾ ഓടേണ്ടി വരും. ഇങ്ങനെയുള്ള ബേസിക് സർവൈവൽ സ്കില്ല് ഡെവലപ്പായി വന്നതാണ് നമ്മുടെ ഈ ലിമിറ്റ്സ്. ഓക്കെ, ബാക്കിയുള്ളത് നമ്മൾ നമ്മുടെ അറിവുകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇനി ഈ നേച്ചർ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്കെയിലിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ആ സ്കെയിലിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് തിയറീസ് ഉണ്ടാക്കണം, അല്ലേ? അതെന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ പൊതുവെ ഇനി പറയാൻ പോകുന്നത് ഫിസിക്സില് നമ്മൾക്ക് ആവശ്യമുള്ള റേഞ്ചിൽ ഉപയോഗിക്കേണ്ട തിയറികൾ ഏതൊക്കെയാണ്. അതായത് വി കൻ ജസ്റ്റ് ടോക്ക് അബൌട്ട് ദ ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്, അല്ലെങ്കിൽ തിയറീസ് ഓഫ് ഫിസിക്സ് ദാറ്റ് വി വിൽ ബി യൂസിങ് ഇൻ ഡിഫറെന്റ് സ്കെയിൽസ്. നമ്മൾ പറഞ്ഞു നമ്മുടെ ഡെയിലി ലൈഫിനെ കുറിച്ച്, ഡെയിലി ലൈഫിൽ നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നമുക്ക് ഉപയോഗപ്പെടുന്ന ഫിസിക്സിലെ ശാഖയാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. ന്യൂട്ടോണിയൻ മെക്കാനിക്സ്, ഇതിന്റെ റേഞ്ച് let us put it as range of human. നമ്മുടെ ആ മനസ്സിലാക്കലുകളുടെ റേഞ്ച് ഉണ്ടല്ലോ, ആ റേഞ്ചിലെ കാര്യങ്ങളെയാണ് നമ്മൾ പൊതുവെ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വെച്ച് നമ്മൾ പഠിക്കുന്നത്. ഇനി ഇത് ഈ ആക്സിസിൽ സൈസിന് നെഗറ്റീവ് ആക്സിസ് ആണ് ഇതെന്നും സ്പീഡിന്റെ പോസിറ്റീവ് ആക്സിസ് ആണ് ഇതെന്നും സങ്കല്പിക്കുക. സൈസ് കുറഞ്ഞ അതായത് സബാറ്റമിക് റേഞ്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് പോരാതെ വരും. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സാധനമുണ്ട്. That is quantum mechanics. Quantum mechanics. ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ആ തിയറി വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് സബാറ്റമിക് പാർട്ടിക്കിൾസിന്റെ, അതായത് വളരെ ചെറിയ ലോകം. സോ ക്വാണ്ടം വേൾഡിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്വാണ്ടം മെക്കാനിക്സ്. ഇനി വാട്ട് ഹാപ്പൻസ്, ചെറിയ ലോകത്തിനെ മനസ്സിലാക്കാൻ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ചു. ലെറ്റ് us consider about particles അല്ലെങ്കിൽ objects which are traveling very fast near to the speed of light. സ്പീഡ് ഓഫ് ലൈറ്റിന് അത്രയും സ്പീഡിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് പോരാ. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഈസ് ഇൻകേപ്പബിൾ ഓഫ് ഡീലിംഗ് വിത്ത് ഒബ്ജെക്ട്സ് who they are traveling about the speed of light. അപ്പൊ അതിന് നമ്മൾ വേറൊരു ബ്രാഞ്ച് ഉണ്ടാക്കി. ദാറ്റ് ഈസ് വാട്ട് വി കോൾ relativistic mechanics. Relativistic mechanics. ഓക്കെ, അപ്പൊ എന്തായി? ഇവിടെ നോർമൽ സൈസ്, അതായത് നമ്മൾ ന്യൂട്ടൺ മെക്കാനിക്സിൽ ഉപയോഗിക്കുന്ന സൈസുകൾ മുതൽ ഈവൻ ഹയർ
സൈസുകളാണ് ഈ റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സിൽ നമ്മൾ ആസ്ട്രോഫിസിക്സിലൊക്കെ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ്. പക്ഷെ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് റിയലി സ്മോൾ ആൻഡ് ഈസ് റിയലി ഫാസ്റ്റ്? അപ്പൊ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ശാഖ ഉണ്ട്. അതാണ് ക്വാണ്ടം ഫീൽഡ് തിയറി. ക്വാണ്ടം ഫീൽഡ് തിയറി QFT പൊതുവെ ഷോർട്ട് ടൈമിൽ പറയുന്നു. സോ ഇതില് ഏറ്റവും ഡെവലപ്ഡ് തിയറി, അതായത് എല്ലാ കേസിനും ഉപയോഗിക്കാൻ പറ്റുന്ന തിയറി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് QFT, ക്വാണ്ടം ഫീൽഡ് തിയറി. ദാറ്റ് ഈസ് എ ജനറൽ തിയറി. അത് നമ്മുടെ എല്ലാ കേസിനും ഉപയോഗിക്കാം. പക്ഷെ മറ്റേ കൊതുകിനെ കൊല്ലാൻ നമ്മൾ മെഷീൻ ഗൺ ആവശ്യമില്ല എന്ന് പറയുന്ന പോലെ, സോ വി ഡോണ്ട് യൂസ് QFT ഫോർ അവർ ഡെയിലി ലൈഫ് തിങ്സ്. അതായത് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് മതി ആണ് എന്നുള്ള റേഞ്ചിൽ വി ഡോണ്ട് നീഡ് ടു യൂസ് ദാറ്റ്. സോ വി യൂസ് ദിസ് QFT when in need. ഓക്കെ. അപ്പൊ ഈ 4 ശാഖകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഇതുവരെയുള്ള ഫിസിക്സിലെ തിയറികളെല്ലാം മനസ്സിലാക്കി എന്നുള്ളതാണ് അർത്ഥം. സോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗ്രാൻഡ് തിയറി, അതായത് തിയറി ഓഫ് എവറിത്തിങ്. അപ്പൊ തിയറി ഓഫ് എവറിത്തിങ്ങിന് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് ഈ ക്വാണ്ടം ഫീൽഡ് തിയറി. പക്ഷെ ഇറ്റ്സ് നോട്ട് തിയറി ഓഫ് എവറിത്തിങ്. കാരണം എന്താ? അതിന് പിടി കൊടുക്കാതെ ഒരാൾ നിൽക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഗ്രാവിറ്റി. നമ്മുടെ ഗ്രാവിറ്റിയെ ഈ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ക്വാണ്ടം ഫീൽഡ് തിയറിക്ക് പോലും അതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് വി ആർ സ്റ്റിൽ നോട്ട് ഹാവിങ് എ തിയറി ഓഫ് എവറിത്തിങ്. മേ ബി ഇൻ ഫ്യൂച്ചർ വി വിൽ ഹാവ്, കാരണം അതിനുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. സോ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് മനുഷ്യന്റെ റേഞ്ചും യൂണിവേഴ്സിന്റെ റേഞ്ചും. സോ ദ സ്കെയിൽ എത്രയാണ്, ഡിഫറൻസ് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി അല്ലേ. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കുണ്ടാവുന്ന ഇൻഡ്യൂഷൻസ്, അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇൻഡ്യൂഷൻസ് ഉപയോഗിച്ചിട്ട് ഈ ലോകത്തെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അത്ര എഫക്റ്റീവ് ആവണം എന്നില്ല. ഓക്കെ. സോ ടു അണ്ടർസ്റ്റാൻഡ് യൂണിവേഴ്സ് we need to study, we need to have some tools in science and instruments as well. Okay, so thank you.